ഒരു ഹിന്ദു നോമ്പെടുത്താൽ ഒരാളും ചോദിക്കില്ല, തടയില്ല. എന്നാൽ ഒരു മുസ്ലിം ഒന്ന് പൊങ്കാലയിട്ട് നോക്കൂ, അവിടെ നിന്ന് കത്തും. ഇനി ഒന്ന് ചോദിക്കട്ടെ, ആരാണ് വർഗീയവാദികൾ? ഹിന്ദുവും. കേരളത്തിന് മനസ്സിലായോ ആരാ വർഗീയർ എന്ന്? ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലക്ഷ്മി കനാത്ത്. അതിന് ലക്ഷ്മി പറയുന്ന ഉദാഹരണം ഇത് തന്നെയാണ്. ഒരു ഹിന്ദു മുസ്ലിമിൻ്റെ നോമ്പെടുക്കുന്നു, നോമ്പുകാലത്ത് റംസാൻ കാലത്ത് വ്രതമെടുക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ വന്നാൽ ഒരു ഹിന്ദുവും അവരെ കുറ്റം പറയുകയില്ല, അവരെ പരിഹസിക്കുകയില്ല, എന്തിനെടുത്തു എന്ന് ചോദിക്കുകയില്ല. മറിച്ച് ഒരു പൊങ്കാലക്കാലത്ത് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പൊങ്കാല ഇട്ടപ്പോഴേക്ക് അതിനെ തുടർന്ന് വന്ന ആ ഒരു വിവാദം നമ്മളൊക്കെ കണ്ടതാണ്. ഹിന്ദുവിൽ വർഗീയത ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ വർഗീയ മനോരോഗികൾ മറഞ്ഞിരുന്ന് സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ പേര് കേരള മോഡൽ മതേതരത്വം, കേരള സ്റ്റോറി. അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഏക ധർമ്മം സനാതന ധർമ്മം മാത്രമാണ്. നിരീശ്വരവാദിയായോ അന്യമത വിശ്വാസങ്ങളിൽ പങ്കെടുത്തോ സ്വന്തം മതാചാരങ്ങൾ അനുഷ്ഠിക്കാതെയോ ക്ഷേത്രത്തിൽ പോലും പോകാതെയും ഒരു ഹിന്ദുവിന് മതവിലക്കോ ഓവൂർ വിലക്കോ ഇല്ലാതെ ഹിന്ദുവായി സ്വന്തമായി ജീവിക്കാം, സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കാം. ഒരു ഹിന്ദുവിന് എന്ത് കാര്യം വേണമെങ്കിലും സ്വന്തമായി ചെയ്യാം, ഒരുത്തനും ചോദിക്കില്ല. പക്ഷെ മറ്റു മതക്കാർക്ക് ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ സ്വീകരിക്കണമെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും. ഒരു ഹിന്ദുവിന് ഒരു മതേതര മലരും നോക്കണ്ട. ഇങ്ങനെയാണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ശരിക്കും സത്യമായ കാര്യമാണ് ഈ പറയുന്നത്. ഒരിക്കലും നിങ്ങളൊരു ഹിന്ദുവാണ് എങ്കിൽ നിങ്ങളൊരു അന്യമതസ്ഥരുടെ ഒരു ആചാരം പാലിച്ചു നോക്കൂ. അവിടെ ഒരു ഹിന്ദുവും ചോദിക്കാൻ വരില്ല, നിങ്ങളെ പരിഹസിക്കാൻ വരില്ല, നിങ്ങളെ വിമർശിക്കാൻ വരില്ല. എന്നാൽ മറ്റൊരു മതത്തിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആറ്റുകാൽ പൊങ്കാല സമയത്ത് വലിയ രീതിയിൽ വ്യാപകമായ വിമർശനമാണ് ആ കുട്ടിക്ക് അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിൽ പോയൊരു പൊങ്കാല ഇട്ടത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അവിടെ ആരും വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടമാണ് എന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. മറിച്ച് ഹിന്ദുവാണ് ആ സ്ഥാനത്ത് എങ്കിൽ ആ ഹിന്ദുവിന് ഒന്നും ആരും ചോദിക്കാനുമില്ല. അതേസമയം മറ്റൊരു മതത്തിൽ നിന്നാണെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളമായി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ റനീഷ തന്നെ ഇപ്പോൾ ഇതിന് മറുപടി നൽകി കഴിഞ്ഞു എന്നതാണ് സത്യം. ചിന്മയിലാണ് പഠിച്ചത്, ഗായത്രി മന്ത്രവും ഭഗവത്ഗീതയും കേട്ടാണ് വളർന്നത്, പൊങ്കാല ഇട്ടത് 100% വിശ്വാസത്തോടെയാണ്. ഇതാണ് റനീഷ റഹ്മാൻ നൽകിയ മറുപടി. നോമ്പ് കാലത്ത് എന്തിനാണ് നീ പൊങ്കാല ഇട്ടത്, നിനക്ക് മതം മാറിക്കൂടെ തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് റനീഷ റഹ്മാന് ലഭിച്ചത്. ഇതിൽ വലിയ തെറികളുമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് സ്വന്തം സമുദായത്തിൽ നിന്നും ലഭിച്ചത് എന്നതാണ് റനീഷയെ മാനസികമായി വേദനിപ്പിച്ചത്. ഇവിടെ ലക്ഷ്മി കനാത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി പറയൂ, ആരാണ് വർഗീയവാദികൾ? ശരിക്കും എല്ലാ മതത്തിനും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതത്തിലെ ആചാരങ്ങൾ അവരവർക്ക് അനുഷ്ഠിക്കാനും, ഇപ്പോൾ ഒരു മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഒരു മതത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റു മതത്തിൻ്റെ ഒരു ആചാരം വളരെ പ്രാധാന്യമായി തോന്നി അല്ലെങ്കിൽ ഇഷ്ടമായി തോന്നിയെങ്കിൽ അത് പാലിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് അനുവദിക്കപ്പെടുന്നിടത്താണ് അവിടെ വർഗീയതയില്ലാതെ നല്ല രീതിയിൽ പോകുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നിടത്ത്, ചോദ്യം ഉയർത്തുന്നിടത്താണ് യഥാർത്ഥ വർഗീയവാദി ആരാണ് എന്നത് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും എല്ലാവരും എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ മതേതരമായ സമത്വസുന്ദരമായ ഒരു കേരളം നമുക്ക് ലഭിക്കാൻ അധികം വൈകുകയില്ല എന്നതാണ് പരമാർത്ഥം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.